ഹായ് വ്യൂയേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് നമസ്കാരം. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സഹർഷം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ഒരു മുഗളായി ചിക്കൻ നവാബി കുർമ എന്നാണ് ഇതിൻ്റെ പേര്. ഈ നവാബി കുർമ, നവാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മുഗളന്മാരുടെ കാലത്ത് ചക്രവർത്തിമാർ, രാജാക്കന്മാരൊക്കെ പേരാണ് നവാബുമാർ. പ്രത്യേകിച്ച് ലക്നൌവിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ പോലുള്ളവർ കഴിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഇത് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ല രാജാക്കന്മാരുടെ ഒക്കെ റോയൽ ടച്ചുള്ള ഒരു കറിയായിരിക്കും ഇത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇത് 1 കിലോ ചിക്കനുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. 1 കിലോ ചിക്കനുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്കനുസരിച്ചൊരു 4 ഒനിയൻ, നമ്മുടെ സവാള ഇത് വറുത്തിട്ട് ഫ്രൈ ആക്കുകയാണ്. ഫ്രൈ ഒനിയൻ 4 സവാളയുടെയാണ് കണക്ക്. പിന്നെ ഇത് നമ്മുടെ പുതിന ഉണ്ട്, മല്ലിയിലയുണ്ട്. പിന്നെ നമുക്ക് 2 പച്ചമുളക് ഞാൻ ഇതിൻ്റെ അകത്തിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകമുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. പിന്നെ നമ്മുടെ ഗരം മസാല. പിന്നെ നമ്മുടെ മസാലപ്പൊടി ഐറ്റങ്ങളിൽ ഈ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി 4 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മറ്റേ ഇത് മല്ലിപ്പൊടി. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കേർഡാണ്, നമ്മുടെ തൈര്. പിന്നെ 1 കപ്പ് പാല് വേണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അത് ഓരോ ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കുക. പിന്നെ ഇതുള്ളത് 1/2 കപ്പ് ഓയിലുണ്ട്. പിന്നെ നമ്മുടെ പശു നെയ്യുണ്ട്. പിന്നെ ലെമൺ ജ്യൂസുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ഞാൻ കരിക്കട്ട വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പണി ഞാൻ കാണിച്ചു തരാം. ഇത് സ്മോക്കി ടേസ്റ്റ് ഉള്ളതാണ്. ഇതെങ്ങനെ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുമ്പോൾ വേറൊരു ഐറ്റം കൂടെ കാണിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. ആ മസാലയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ മസാലയ്ക്കകത്ത് കൊപ്രയാണ്, ഉണങ്ങിയ തേങ്ങ നമുക്കിടാം. അതിനുശേഷം കുറച്ച് ബദാം വേണം, കശുവണ്ടി വേണം. ഇതൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ ഗ്രീൻ കാർഡമും, പിന്നെ നമ്മുടെ ക്ലോസ്. അതും ഒരു 4-5 മതി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ആദ്യമായി ഫ്രൈഡ് ഓനിയൻസ് ഇതിൽ ചേർക്കാം. പിസ്ത എന്ന് പറയും. നമ്മൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ മസ്റ്റാണ്, പിസ്ത എന്ന് പറയും. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഇപ്പം നമ്മൾ ഈ അരച്ച് വെച്ച മിക്സിയില്ലേ, അത് ഇതിനകത്ത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയില. ഇതൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, ഏകദേശം ഒരു കണക്കാണ്. പുതിനയില നന്നായിട്ട് വേണം, തീരെ കുറയണ്ട. പിന്നെ പച്ചമുളക് ചേർക്കാനുണ്ട്, പച്ചമുളക്. പിന്നെ നമുക്ക് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ബ്ലാക്ക് പെപ്പറാണ്, കുറച്ച് മതി, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഗരം മസാല, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെയുള്ള നമ്മുടെ മസാല ഐറ്റങ്ങൾ, ഡ്രൈ മസാല ഐറ്റങ്ങൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. പിന്നെയുള്ളൊരു 3 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മിർച്ച്, അല്പം കൂടിയാലും കുഴപ്പമില്ല. മതി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ്. 1 കപ്പ് തൈര്, ഹങ്കഴാണ്, വെള്ളം ഇല്ലാത്ത തൈരാണ്.
ഇനി നമുക്ക് ഇത് ചേർക്കാനുള്ളത് പാലാണ്. 1 കപ്പ് പാല്, അതും ഇതിൽ ചേരും. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ. ഇനി 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റാണ്. അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് 1/2 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പശു നെയ്യാണ്, 1 ടീസ്പൂൺ പശു നെയ്യ് ചേർക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ലെമൺ ജ്യൂസാണ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കുക്ക് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്താൽ മതി. വേറെ പ്രത്യേകം മാരിനേഷൻ ഒരു പാത്രം വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് ചേർത്തു. ഇനി ഒന്ന് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കുക്കും ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു ചെറിയ പണി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്മോക്കിങ്. അപ്പോൾ ഇതാണ് ഒരു കരിക്കട്ട, നമ്മുടെ ചാർക്കോൾ എന്ന് പറയുന്നത്. ഇതിനെ നന്നായിട്ട് ഇതിനൊന്ന് പഴുപ്പിച്ച് ചുട്ടെടുക്കണം. നമ്മൾ കഴിഞ്ഞത് ഇതിലേക്ക് ഇടുക, എന്നിട്ട് ഇതിലിങ്ങനെ പ്ലേസ് ചെയ്യുക. പിന്നെ ഇത് ഈ കരിയൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആപ്പിൾ വുഡ് വെച്ചിട്ട് പ്രത്യേക ഗണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ കോസ്റ്റ്ലി ആണ്. അപ്പോൾ ആവശ്യം വാങ്ങാൻ പറ്റുന്നവർക്ക് വാങ്ങാം. ഇനി നമ്മൾ ഇതിന് മുകളിൽ കുറച്ച് നമ്മൾ ബട്ടറാണ് ചേർക്കുക. ഇനി നമ്മൾ ഇതിനെ മൂടി വയ്ക്കാം. ഇതൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യുന്നതാണ് കണക്ക്. പക്ഷെ നമുക്കത്ര സമയമില്ലാത്ത കാരണം ഒരു മണിക്കൂറേ മാരിനേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്, ഒന്നാമത് ചൂടുകാലമാണ്. ചൂടുകാലത്ത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ അവരുടെ നോമ്പ് ആചരിക്കുകയാണ്. അപ്പോൾ പകൽ സമയത്തൊന്നും അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, ജലപാനം ഒന്നും സാധിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു ശർബത്ത്, വൈകിട്ട് സമയത്ത് ശർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ശർബത്തിൻ്റെ പേര് ശർബത്ത് റൂ അബ്സ എന്നാണ്. ഈ റൂ അബ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കൊള്ളുക. ഇത് കേരളത്തിൽ അത്ര പ്രചാരമില്ലാത്ത ഒരു ശർബത്താണ്. പക്ഷേ ഇപ്പോൾ പ്രചാരത്തിലായി വരുന്നുണ്ട്. കാരണം ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഇത് കൊണ്ടുവരുന്നുണ്ട് ഇഷ്ടംമാതിരി. ഇത്രയും ഐറ്റങ്ങളുടെ എസൻസും മറ്റും ഇതെല്ലാം ഇതിൽ ചേർത്തിട്ട് പ്രത്യേക ഒരു ഫ്ലേവറാണ്. നമ്മുടെ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എന്തൊക്കെ ഈ റൂ അബ്സ എന്ന് ഞാൻ പറഞ്ഞ പേര് റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ആത്മാവെന്നാണ് അർത്ഥം. അബ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രഷിങ്, തണുപ്പിക്കുന്നത്. അപ്പോൾ റൂ അബ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ തണുപ്പിക്കുന്ന ഒരു ശർബത്തെന്നാണ് ഇതിൻ്റെ അർത്ഥം. സത്യത്തിൽ അങ്ങനെയാണ് താനും. ശരിക്കും ആത്മാവിനെ തന്നെ തണുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ ഐറ്റങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അതിൻ്റേതായ ടേസ്റ്റ് തന്നെ കുടിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ഒരു ഹക്കീം സാബാണ് ഇത് ഓൾഡ് ഡൽഹിയിലാണ് ഇത് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മകനെ, ചെറുമകനെ ആരോണ്ട് ലാഹോർ അവിടെ പോയി, പാർട്ടീഷൻ സമയത്ത് പാകിസ്ഥാനിലേക്കും പോയി. അപ്പോൾ ഇത് 2 ഇടത്തായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയ തർക്കവും കേസൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും 2 ഒന്ന് തന്നെ. ഒരു ഹംദർദ് ദവാഖാന എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത്, ഹംദർദ് ദവാഖാന. അപ്പോൾ
ഇപ്പോൾ രണ്ടിടത്തും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ പാകിസ്ഥാൻ, മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഇന്ത്യൻ മെയ്ഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആദ്യമായിട്ട് സിമ്പിൾ ഒരു ശർബത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ശർബത്ത് വളരെ സ്വീറ്റാണ് കേട്ടോ, നല്ല പഞ്ചസാര ഉള്ളതാണ്. നമ്മൾ കൂടുതൽ ഒഴിച്ചാൽ വേറെ പഞ്ചസാര ഒന്നും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുകയാണെങ്കിൽ വേറെ പഞ്ചസാര ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ശർബത്ത്. അതിന് ശേഷം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇതിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് തണ്ണിമത്തൻ്റെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങളാണ്, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ 1 ഗ്ലാസ് ശർബത്തായി കഴിഞ്ഞു. ഇത് പാലാണ്, തിളപ്പിച്ചെടുത്ത് തണുപ്പിച്ച പാലാണ്. പാലിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇത് രൂപം പാല് മാത്രമൊന്നുമല്ല, എന്ത് ഐസ്ക്രീമിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിനി രൂപം ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടാം. നമ്മളിപ്പോൾ ഐസ് ക്യൂബ് ഇട്ടു. ഇനി നമുക്ക് തണ്ണിമത്തൻ്റെ വാട്ടർ മെലണിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. വേറെ മറ്റ് എസൻസ് ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റ് എസൻസ് ഒന്നും ചേർക്കാതിരിക്കുക, അതാണ് ഇതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ശർബത്ത് റെഡിയായി കഴിഞ്ഞു. പാല് ചേർത്ത ശർബത്തും വെള്ളം ചേർത്ത ശർബത്തും നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇതൊരു ഗ്ലാസ് നിങ്ങളൊന്ന് കുടിച്ചു നോക്കുക. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആത്മാവിനെ ഇത് തണുപ്പിച്ച് തരും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത ടേസ്റ്റാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളിത് കഴിച്ച് നോക്കുക. വളരെ നല്ലൊരു ഐറ്റമാണ്. കേരളത്തിൽ അധികം പ്രചാരമില്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയത് സ്മോക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നേരെ വേറെ ഒന്നും നോക്കണ്ട, ഇത് വേവിച്ചെടുത്താൽ മതി. നമുക്കൊരു 25 മിനിറ്റ് 30 മിനിറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. നമുക്ക് ഈ കുറച്ചുകൂടെ വലിയ കടായിലേക്കൊന്ന് നമുക്ക് മാറ്റാം. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ഇതൊരു 10-25 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കാം. നമ്മുടെ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനി പതുക്കെ നമ്മൾക്ക് ബൗളിലേക്ക് മാറ്റാം. ചെറിയൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ടാവും. അത് ആ സ്മോക്കിൻ്റെ ആണ് കേട്ടോ. നമ്മൾ ഈ സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വലിയ ഹോട്ടലിലൊക്കെ പോയി കുറേയധികം പൈസ മുടക്കിയിട്ടാണ് നമ്മളിതൊക്കെ ഓർഡർ ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇത്രയൊന്നും പൈസ മുടക്കാതെ തന്നെ നമുക്ക് നവാബിൻ്റെ ചിക്കൻ കുർമ നമുക്ക് കഴിക്കാം. ചിക്കൻ നവാബി കുർമ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ ചിക്കൻ നവാബി കുർമ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ സ്മോക്ക് ടേസ്റ്റും ഉണ്ട്.
നല്ല ടേസ്റ്റിയാണ്. ഇതൊന്നും ഇവിടെ സാധാരണ പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് വലിയ ഹോട്ടലിലൊക്കെ പോയാൽ വലിയ ഒക്കെ കിട്ടുമായിരിക്കാം, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മളുടെ ചെറിയ ഇതിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാധാരണ കഴിക്കുന്ന ചിക്കൻ്റെ ടേസ്റ്റൊന്നും അല്ല ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ ഇടുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ സമയം അധികം നീട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. എല്ലാവർക്കും ബായ്.